ഭാരതമെന്നു കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്നു കേട്ടാൽ തിളയ്ക്കണം ചോര നരമ്പുകളിൽ. ഇത് ഞങ്ങള് കുട്ടിക്കാലം തൊട്ടേതാ ഇവിടെ കൊണ്ടു നടക്കുന്ന വാചകമാണ്. ഇന്ന് ഞങ്ങളുടെ ചോര തിളയ്ക്കുന്നത് കുറെ വർഗീയവാദികൾ ഒരു സിനിമയുമായി വരുന്നുണ്ട്. കേരള സ്റ്റോറി 2 ട്രെയിലറിൽ കാണുന്നത് പോലെ ഇവിടെ ബീഫ് വായിലേക്ക് കുത്തിക്കയറ്റി കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇവിടെ ലവ് ജിഹാദും ഒക്കെ ആണെന്നോ? എന്നാൽ അതൊന്നും അല്ല നടക്കുന്നത്. ഇത് എഴുതി ഉണ്ടാക്കിയവനും ഇത് സംവിധായകൻ ചെയ്തവനും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവനും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അങ്ങോട്ട് പറയുന്നത്. എന്നാ കേട്ടോ ഞങ്ങൾ എങ്ങനെയാണെന്ന്. ഞാൻ തോളെ കൈയിട്ടുകൊണ്ട് നടന്ന കൂട്ടുകാരന്റെ ജാതി ഞാൻ ഇതുവരെ ചോദിച്ചിട്ടില്ലടാ. അത് സൗഹൃദമാണ്. പക്ഷെ നിന്റെയൊക്കെ നാട്ടിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്നത് ജാതിയാണതാ. അവന്റെ ഉമ്മ വിളമ്പിത്തന്ന ചോറും എന്റെ അമ്മ വിളമ്പിക്കൊടുത്ത ചോറും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയും കൈയിട്ട് വാരി തിന്നും വളർന്ന ഒരു നാടാണ് ഞങ്ങളുടേത്. അതിന്റെ ഇടയിലേക്ക് നിന്റെ കേരള സ്റ്റോറി കൊണ്ടുവന്ന് ഞങ്ങളുടെ മതേതരത്വം നശിപ്പിക്കാൻ നോക്കുവാണെങ്കിൽ ആ വെള്ളം അങ്ങ് വാങ്ങിയത്. ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ഇതിന്റെ റൈറ്ററിന്റെ ഇടയ്ക്കും സംവിധായകന്റെ ഇടയ്ക്കുമാണ്. കേരള സ്റ്റോറി 1 നിങ്ങൾ പറഞ്ഞ 32,000 ഒരു കണക്കുണ്ടായിരുന്നു. ആ കണക്കെന്ന് പറയുന്നത് സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ എങ്ങുമില്ലാത്ത ഒരു കണക്ക്. പിന്നെ എവിടുന്ന് കിട്ടിയാൽ നിന്റെയൊക്കെ സ്ക്രിപ്റ്റിലും ക്യാമറ കണ്ണിലും ഈ കണക്കുകൾ? പിന്നെ ഒരു കാര്യം അങ്ങ് പറഞ്ഞേക്കാം, കേരളം എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനം തന്നെയാണ്. കാരണം നിന്റെയൊക്കെ സംസ്ഥാനങ്ങള് ഇനി 20 വർഷം മുന്നോട്ട് പ്രയത്നിച്ചാൽ മാത്രമേ ഞങ്ങളോടൊപ്പം എത്തത്തുള്ളൂ. കാരണം നമ്മുടെ കേരളം ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത് സ്നേഹത്തിന്റെ ഭാഷയിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ദ കേരള സ്റ്റോറി എന്ന പേര് കൊടുത്തത്? ഇതൊരു നിഷ്കളങ്കതയുടെ നാമകരണമല്ല, മറിച്ച് കേരളം എന്നത് തീവ്രവാദികളുടെയും ആക്രമികളുടെയും നാടാണെന്ന് പുറം ലോകത്തെ വിശ്വസിപ്പിക്കുക. ഇതൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ പേരങ്ങ് മാറ്റിവെച്ചത്. ഇത് കേരള സ്റ്റോറി നല്ല കൊടുക്കേണ്ടത്. നിനക്കൊക്കെ കേരളത്തിനോടുള്ള വിദ്വേഷത്തിന്റെ കഥയെന്നങ്ങ് പേരിട്ടേറെ. ഈ സിനിമയെക്കുറിച്ച് ഞങ്ങളുടെ ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് കേരളത്തിന്റെ അഭിമാനത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി ഏതെങ്കിലും സിനിമ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്ന്. പക്ഷേ ഇവിടെ മറ്റൊരു പക്ഷമുണ്ട്, വർഗീയ പക്ഷം. അവർ പറയുന്നത് കാണുന്നവർ കാണട്ടെ എന്ന്. അതിൽ നിന്ന് വ്യക്തമാണ്. എങ്ങനെ പറയാതിരിക്കും? നിന്റെയൊക്കെ തലതൊട്ടപ്പനുണ്ടല്ലോ, കടലിന്റെ അടിയിൽ മയിൽപ്പീലി കൊണ്ടുവച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്ന തലതൊട്ടപ്പൻ, അവന്റെയൊക്കെ ഇതിന്റെ അംബാസിഡർമാരൊക്കെ അല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് വ്യക്തമല്ലേ ഇതാരുടെ അജണ്ടയാണെന്ന്? ഞങ്ങളുടെ സാഹോദര്യത്വവും അതുപോലെ മതേതരത്വവും ഒക്കെ തകർത്തിട്ട് വോട്ട് വാരിക്കൊണ്ടു പോകാന്നൊരു ചിന്തയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേരെ. കാര്യം ഒരു താക്കീതങ്ങ് പറഞ്ഞേക്കാം, ഞങ്ങളുടെ നാട് വിൽപ്പനയ്ക്കുമില്ല, ഞങ്ങളുടെ നാട് പണയം, അതായത് ഞങ്ങളുടെ അഭിമാനം ഞങ്ങൾ ചത്താലും ഞങ്ങൾ പണയം വയ്ക്കത്തില്ല. നിങ്ങളുടെ കേരള സ്റ്റോറിയും കൊണ്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരണ്ട. കാരണം ഞങ്ങൾ ഈ സിനിമ ബഹിഷ്കരിക്കും. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മ പോലാണ് കേരളം എന്ന് പറയുന്നത്. ഇവരെ പോലെ നട്ടല് ആരുടെ മുമ്പിൽ പണയം വെച്ചിട്ടില്ലാത്ത നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെയും നമ്മുടെ കേരളത്തിൻ്റെയും അഭിമാനവും മുസ്ലിം സമുദായത്തിൻ്റെ ധൈര്യവും നട്ടല്ലും. ഈ സാഹോദര്യവും സൗഹാർദ്ദവും തകർക്കാൻ നീയൊക്കെ ഒന്നല്ല 1000 കേരള സ്റ്റോറിയുമായി ഇവിടെ വന്നാലും അതൊന്നും കേരളത്തിൻ്റെ മണ്ണിൽ വേവില്ല. ഇനി കേരള സ്റ്റോറിയുടെ സംവിധായകനോട്, നിന്നെ കണ്ടാൽ തന്നെ അറിയാം നീ ലോക ഫ്രോഡാണെന്നും ലോക ചെറ്റയാണെന്നും ലോക സംഖ്യയാണെന്നും ലോക ചാണകം തീറ്റിക്കാരനാണെന്നും. അതുകൊണ്ട് നിന്റെ മനസ്സിലുള്ള വർഗീയ വിഷയങ്ങൾ ഇവിടെ കേരളത്തിൻ്റെ മണ്ണിലിറക്കാതെ നിന്റെയൊക്കെ ഓകി ഭരിക്കുന്ന ഊപ്പിക്കൊണ്ട് ഇറക്ക്. ഒരുപക്ഷെ അവിടെ വേവുമായിരിക്കും, ഇവിടെ കേരളത്തിന്റെ മണ്ണിൽ വേവില്ല. ഒന്ന് ശ്രമിച്ചു നോക്ക്. നെഞ്ചിൽ തുടികൊള്ളും ഒരു ശബ്ദം, ജയ് ഹിന്ദുസ്ഥാൻ.